അറബിക്കടലിൽ നിന്ന് 50 മീറ്റർ ഉയരമുള്ള സുനാമി കേരളത്തിന്റെ തീരത്ത് പതിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വ്യാപകമായ നാശത്തിന് കാരണമാകും. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുകയും കേരളത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക ഭൂപ്രകൃതിയെ വർഷങ്ങളോളം മാറ്റിമറിക്കുകയും ചെയ്യും. അത്തരമൊരു സംഭവത്തിന്റെ ആഘാതം പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, സുനാമിയുടെ സ്വഭാവം, പ്രദേശത്തിന്റെ തയ്യാറെടുപ്പ്, പ്രാദേശിക സമൂഹങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പോലെയുള്ള വെള്ളത്തിനടിയിലുള്ള പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന വലിയ സമുദ്ര തിരമാലകളുടെ ഒരു പരമ്പരയാണ് സുനാമി. അത്തരം പ്രവർത്തനം ഗണ്യമായ അളവിലുള്ള ജലത്തെ മാറ്റി സ്ഥാപിക്കുമ്പോൾ അത് ഉയർന്ന വേഗതയിൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. കാറ്റ് മൂലമുണ്ടാകുന്ന സാധാരണ തിരമാലകളിൽ നിന്ന് വ്യത്യസ്തമായി സുനാമികൾ വലിയ അളവിലുള്ള ജലത്തിന്റെ സ്ഥാനചലനം മൂലം ധാരാളം ഊർജം വഹിക്കുന്നു. ഈ തിരമാലകൾ ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളെ സമീപിക്കുമ്പോൾ അവയുടെ വേഗത കുറയുന്നു, പക്ഷേ അവയുടെ ഉയരം വളരെ വർദ്ധിക്കുന്നു. ഇത് ജലത്തിന്റെ വിനാശകരമായ വരവിന് കാരണമാകുന്നു. അറബിക്കടലിൽ നിന്ന് 50 മീറ്റർ ഉയരമുള്ള സുനാമി ഉണ്ടാകണമെങ്കിൽ വെള്ളത്തിനടിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാകണം. അതിന്റെ പ്രധാന കാരണങ്ങൾ: ഒന്ന്, സബ്ഡക്ഷൻ സോൺ ഭൂകമ്പം. അത് സുനാമിയുടെ ഏറ്റവും സാധാരണമായ കാരണമാണ്. അറബിക്കടലിന് കീഴിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകളിൽ വൻ വ്യതിയാനം ഉണ്ടായാൽ അത് സുനാമിക്ക് കാരണമാകും. രണ്ട്, അണ്ടർ വാട്ടർ അഗ്നിപർവ്വത സ്ഫോടനം. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം വലിയ അളവിൽ ജലത്തെ മാറ്റിസ്ഥാപിക്കും. മൂന്നാമതായി, മണ്ണിടിച്ചിലുകൾ. ഭൂമിശാസ്ത്രപരമായ അസ്ഥിരത കാരണം വൻതോതിലുള്ള വെള്ളത്തിനടിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അത് ഈ അളവിലുള്ള സുനാമിയും സൃഷ്ടിച്ചേക്കാം. അറബിക്കടൽ സാധാരണ സുനാമിക്ക് പേരുകേട്ടതല്ല. എന്നിരുന്നാലും ഇന്ത്യൻ അറേബ്യൻ പ്ലേറ്റുകൾ ഉൾപ്പെടെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ ഈ മേഖലയിലുണ്ട്. അവയ്ക്ക് ഭൂചലന പ്രവർത്തനങ്ങൾക്ക് മാറ്റാനും സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. പസഫിക് റിംഗ് ഓഫ് ഫയർ പോലെ അപകട സാധ്യത ഉയർന്നതല്ലെങ്കിലും സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന് സവിശേഷമായ ഒരു ഭൂമിശാസ്ത്രമുണ്ട്. അത് വലിയ സുനാമിക്ക് പ്രത്യേകിച്ച് ഇരയാകുന്നു. അതിന്റെ തീരപ്രദേശം അറബിക്കടലിനോട് ചേർന്ന് ഏകദേശം 580 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്നു. താഴ്ന്ന തീരപ്രദേശങ്ങൾ, തടാകങ്ങൾ, കായലുകൾ, അഴിമുഖങ്ങൾ എന്നിവയുമുണ്ട്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും തീരത്തോട് ചേർന്നാണ് താമസിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ തീരപ്രദേശമോ തീരത്തിനടുത്തോ ആണ്. ഇത് അവരെ ഏതെങ്കിലും സുനാമിയുടെ പാതയിലേക്ക് നേരിട്ട് എത്തിക്കുന്നു. കടൽ തീരങ്ങൾ, മത്സ്യബന്ധന ഗ്രാമങ്ങൾ, ജനസാന്ദ്രതയുള്ള നഗര കേന്ദ്രങ്ങൾ എന്നിവയുടെ മിശ്രിതമാണ് കേരള തീരത്തിന്റെ സവിശേഷത. തീരത്ത് ഉയരം താരതമ്യേന കുറവാണ്. കൂടാതെ പല പ്രദേശങ്ങളും സമുദ്രനിരപ്പിന് തൊട്ട് മുകളിൽ മാത്രമാണ്. ഈ താഴ്ന്ന നിലയിലുള്ള ഭൂപ്രകൃതി അർത്ഥമാക്കുന്നത് ഉള്ളിലേക്ക് നീങ്ങുമ്പോൾ സുനാമിക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധവും ഉണ്ടാകില്ല എന്നാണ്. 50 മീറ്റർ തിരമാലയ്ക്ക് വലിയ പ്രദേശങ്ങളിൽ എളുപ്പത്തിൽ വെള്ളപ്പൊക്കമുണ്ടാകാം. ഇത് വൻതോതിലുള്ള ജീവനും സ്വത്തിനും നാശമുണ്ടാക്കും. കായലുകൾ, നദികൾ, തടാകങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ശൃംഖലയ്ക്കും കേരളം പേരുകേട്ടതാണ്. ഈ ജലാശയങ്ങൾ ഗതാഗതത്തിനും ജലസേചനത്തിനും അത്യന്താപേക്ഷിതമാണെങ്കിലും സുനാമിയുടെ ശക്തിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കാൻ കഴിയും. വിനാശകരമായ തിരമാലകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ജലസ്രോതസ്സുകളുടെ പരസ്പരബന്ധിതമായ സംവിധാനം വലിയ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ജലത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനാൽ ഇത് വെള്ളപ്പൊക്കത്തെ കൂടുതൽ വഷളാക്കും. സുനാമി ആദ്യം ബാധിക്കുക തീരദേശ ജനവിഭാഗങ്ങളെ ആയിരിക്കും. കേരളത്തിന്റെ തീരപ്രദേശം മത്സ്യബന്ധന ഗ്രാമങ്ങൾ, തുറമുഖങ്ങൾ, തിരക്കേറിയ നഗരങ്ങൾ എന്നിവയാൽ നിറഞ്ഞതാണ്. അവയിൽ പലതും ഉപജീവനത്തിനായി കടലിനെ വളരെയധികം ആശ്രയിക്കുന്നു. സുനാമി മനുഷ്യ ജീവിതത്തിൽ വിനാശകരമായ സ്വാധീനം ചെലുത്തും. നൂതന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ സമയം കിട്ടില്ല. ഇത്രയും വലിയ തിരമാല ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ജീവൻ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യാം. പല കെട്ടിടങ്ങളും, പ്രത്യേകിച്ച് ദുർബലമായ വസ്തുക്കളാൽ നിർമ്മിച്ചവ, പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. നഗരപ്രദേശങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ നിലനിന്നേക്കാം. പക്ഷേ റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി ലൈനുകൾ, ജലസംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വ്യാപകമായ നാശം ഉണ്ടാകും. ചെറുവള്ളങ്ങളെയും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങളെയും ആശ്രയിക്കുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെയാണ് പ്രത്യേകിച്ച് ബാധിക്കുക. ബോട്ടുകളും വലകളും മറ്റ് ഉപകരണങ്ങളും
ഒഴുകിപ്പോവുകയും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനമാർഗം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്യും. തുറമുഖങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും. മാസങ്ങളോ വർഷങ്ങളോ പോലും വ്യാപാരവും വാണിജ്യവും തടസ്സപ്പെടും. കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ സുനാമി നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ നാശം വിതയ്ക്കും. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ എന്നിവ വെള്ളത്തിനടിയിലാകും, അല്ലെങ്കിൽ സാരമായ കേടുപാടുകൾ സംഭവിക്കും. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും. കൊച്ചി പ്രത്യേകിച്ച് ഒരു പ്രധാന വാണിജ്യ വ്യാവസായിക കേന്ദ്രമാണ്. കാര്യമായ ഷിപ്പിംഗ് പ്രവർത്തനവുമുണ്ട്. അതിന്റെ തുറമുഖത്തിനും ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് മേഖലയിലുടനീളമുള്ള വ്യാപാര വ്യവസായ മേഖലയിൽ അലയൊലികൾ ഉണ്ടാക്കും. അത്തരമൊരു സുനാമിയുടെ പാരിസ്ഥിതിക നാശവും ഒരുപോലെ വിനാശകരമായിരിക്കും. കണ്ടൽക്കാടുകൾ, തണ്ണീർത്തടങ്ങൾ, കായലുകൾ എന്നിവയുൾപ്പെടെയുള്ള സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും അതുല്യമായ ആവാസ വ്യവസ്ഥയ്ക്കും കേരളം പേരുകേട്ടതാണ്. ഒരു സുനാമി ഈ ആവാസ വ്യവസ്ഥയെ സാരമായി തടസ്സപ്പെടുത്തും. ഇത് പെട്ടെന്നുള്ളതും ദീർഘകാലവുമായ നാശത്തിന് കാരണമാകും. പരിസ്ഥിതി വ്യവസ്ഥകളുടെ നാശം, ജലത്തിന്റെ ശക്തി സസ്യങ്ങളെ പിഴുതെറിയുകയും കണ്ടൽക്കാടുകളെ നശിപ്പിക്കുകയും തീരപ്രദേശത്തെ മാറ്റുകയും ചെയ്യും. തീരപ്രദേശത്തെ മണ്ണൊലിപ്പിനും കൊടുങ്കാറ്റിനുമെതിരെ പ്രകൃതിദത്തമായ ബഫറുകളായി പ്രവർത്തിക്കുന്ന കണ്ടൽക്കാടുകൾ പ്രത്യേകിച്ച് ദുർബലമായിരിക്കും. അവയുടെ നഷ്ടം ജൈവ വൈവിധ്യം കുറയ്ക്കുക മാത്രമല്ല, ഭാവിയിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് തീരപ്രദേശത്തെ കൂടുതൽ വിധേയമാക്കുകയും ചെയ്യും. സുനാമി സമുദ്രത്തിന്റെ അടിത്തട്ടും പവിഴപ്പുറ്റുകളും മറ്റ് ആവാസ വ്യവസ്ഥകളും തടസ്സപ്പെടുത്തുന്നതിനാൽ സമുദ്ര ജീവിതത്തെയും ബാധിക്കും. കേരളത്തിലെ മത്സ്യബന്ധന വ്യവസായത്തിന്റെ നിർണായക ഘടകമായ മത്സ്യസമ്പത്ത് നശിപ്പിച്ചേക്കാം. ഇത് പ്രാദേശിക സമൂഹങ്ങളിലെ സാമ്പത്തിക ആഘാതത്തെ കൂടുതൽ വഷളാക്കും. സുനാമിയുടെ ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളിലൊന്ന് ഉപ്പുവെള്ളത്തിന്റെ കടന്നുകയറ്റമാണ്. തീരപ്രദേശങ്ങളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും വലിയ അളവിൽ കടൽവെള്ളം ഒഴുകുമ്പോൾ നദികൾ, തടാകങ്ങൾ, ഭൂഗർഭജലം എന്നിവയുൾപ്പെടെയുള്ള ശുദ്ധജല സ്രോതസ്സുകളെ അത് മലിനമാക്കും. കേരളത്തിലെ നെല്ലുൾപ്പെടെയുള്ള പല വിളകളും ഉപ്പുവെള്ളത്തോട് സെൻസിറ്റീവ് ആയതിനാൽ ഇത് കൃഷിയെ സാരമായി ബാധിക്കും. ഇത് കുടിവെള്ള വിതരണത്തെയും ബാധിക്കും. ദുരന്തത്തിന് ശേഷമുള്ള പൊതുജനാരോഗ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. സുനാമിയിൽ നിന്നുള്ള സാമ്പത്തിക തകർച്ച അഗാധമായിരിക്കും. കൃഷി, വിനോദസഞ്ചാരം, വ്യവസായം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളുള്ള വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിനുള്ളത്. ഇവയെല്ലാം അത്തരമൊരു സംഭവം സാരമായി ബാധിക്കും. സുനാമി മൂലം തകരുന്ന ജലസ്രോതസ്സുകളെയാണ് കേരളത്തിന്റെ കൃഷി പ്രധാനമായും ആശ്രയിക്കുന്നത്. സംസ്ഥാനം നെല്ല്, തെങ്ങ്, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിളകളുടെ പ്രധാന ഉൽപാദകരാണ്. ഇവയ്ക്കെല്ലാം ജലസേചനത്തിന് ശുദ്ധജലം ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച ഉപ്പുവെള്ളം കടന്നു കയറുന്നത് വലിയ കൃഷിയിടങ്ങൾ ഉപയോഗശൂന്യമാക്കുകയും കർഷകർക്ക് ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കുകയും ചെയ്യും. റോഡുകളും ജലസേചന സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം റിക്കവറി ശ്രമങ്ങളെ കൂടുതൽ തടസ്സപ്പെടുത്തും. കേരളത്തിന്റെ പ്രധാന സാമ്പത്തിക മേഖലകളിൽ ഒന്നാണ് ടൂറിസം. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ സംസ്ഥാനത്തിന്റെ പ്രകൃതി ഭംഗി, കായലുകൾ, ബീച്ചുകൾ, സാംസ്കാരിക പൈതൃകം എന്നിവ അനുഭവിക്കാൻ സന്ദർശിക്കുന്നു. ഒരു സുനാമി ടൂറിസം വ്യവസായത്തെ നശിപ്പിക്കും. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, മറ്റ് ടൂറിസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും നശിപ്പിക്കും. തൊട്ടു പിന്നാലെ വിനോദസഞ്ചാരികളുടെ വരവ് നിലയ്ക്കും. ഇത് ഗണ്യമായ വരുമാന നഷ്ടത്തിലേക്ക് നയിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ സുരക്ഷിതവും ആകർഷകവുമായ സ്ഥലമെന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ പ്രശസ്തി പുനർനിർമ്മിക്കാൻ വർഷങ്ങളെടുക്കും. കേരളത്തിലെ വ്യാവസായിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരങ്ങളിൽ കാര്യമായ നഷ്ടമുണ്ടാകും. തുറമുഖത്തിനും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ചരക്കുകളുടെയും വസ്തുക്കളുടെയും ക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പല ബിസിനസ്സുകളും, പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വസ്തുവകകളുടെ നാശവും വരുമാന നഷ്ടവും കാരണം അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും. ഇത്രയും വലിയ ദുരന്തം മിക്കവാറും പൊതുജനാരോഗ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കും. തൊട്ടു പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ കീഴടക്കുകയും ചെയ്യും. ആശുപത്രികളും ക്ലിനിക്കുകളും അവയിൽ പലതും കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യും. രോഗികളുടെ തിരക്ക് നേരിടാൻ പാടുപെടും. മെഡിക്കൽ സാമഗ്രികളുടെയും ഉദ്യോഗസ്ഥരുടെയും കുറവും ഉണ്ടാകും. സുനാമി മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം, കോളറ, വയറിളക്കം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ പടരാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. മലിനമായ ജലസ്രോതസ്സുകളും ശരിയായ ശുചിത്വത്തിന്റെ അഭാവവും ചേർന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ അപകടത്തിലാക്കും. ധാരാളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലൂടെ രോഗങ്ങളുടെ വ്യാപനം കൂടുതൽ വഷളാക്കാം. അവയിൽ പലരും തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ സാഹചര്യങ്ങളിൽ താൽക്കാലിക അഭയകേന്ദ്രങ്ങളിൽ ജീവിക്കാൻ നിർബന്ധിതരാകും. അത്തരമൊരു ദുരന്തത്തിന്റെ മാനസിക ആഘാതം കുറച്ചു കാണാനാവില്ല. പ്രിയപ്പെട്ടവരെയും വീടുകളെയും ഉപജീവന മാർഗങ്ങളെയും നഷ്ടപ്പെട്ടതിനാൽ അതിജീവിച്ചവർക്ക് വലിയ ആഘാതം നേരിടേണ്ടി വരും. മാനസികാരോഗ്യ ഭാരം ഗണ്യമായിരിക്കും. ആളുകൾ സുഖം പ്രാപിക്കാൻ സഹായിക്കുന്നതിന് ദീർഘകാല പിന്തുണയും കൗൺസിലിംഗ് സേവനങ്ങളും ആവശ്യമാണ്. ദേശീയ, അന്തർദേശീയ ഏജൻസികൾക്കൊപ്പം
കേരള സർക്കാരിനും ദുരന്തത്തോട് പ്രതികരിക്കാനുള്ള മഹത്തായ ദൗത്യം നേരിടേണ്ടി വരും. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കേണ്ടതുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശത്താൽ അവ തടസ്സപ്പെടും. റോഡുകൾ, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചേക്കാം. ഇത് ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് സഹായം എത്തിക്കുന്നത് ബുദ്ധിമുട്ടാക്കും. അതിജീവിച്ചവരെ ഒഴിപ്പിക്കുന്നതിലും അടിയന്തര വൈദ്യസഹായം നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നിരുന്നാലും ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ പല പ്രദേശങ്ങളും ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം അപ്രാപ്യമായേക്കാം. ഇത് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുകയും മരണസംഖ്യ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടിയന്തര പ്രതിസന്ധി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധ പുനർനിർമ്മാണത്തിലേക്ക് മാറേണ്ടതാണ്. ഗണ്യമായ സാമ്പത്തിക വിഭവങ്ങളും അന്താരാഷ്ട്ര സഹായവും ആവശ്യമുള്ള ഇത് ദീർഘവും ചെലവേറിയതുമായ ഒരു പ്രക്രിയയായിരിക്കും. വീടുകൾ, ബിസിനസ്സുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. കൂടാതെ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും സർക്കാർ പിന്തുണ നൽകേണ്ടതുണ്ട്. കേരളത്തിൽ 50 മീറ്റർ ഉയരമുള്ള സുനാമിയുടെ പ്രത്യാഘാതം നന്നായി മനസ്സിലാക്കാൻ 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി നോക്കുന്നത് ഉപയോഗപ്രദമാണ്. ആ സംഭവം പ്രാഥമികമായി ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെയും തെക്കു കിഴക്കൻ ഏഷ്യയെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും സമാനമായ ഒരു ദുരന്തത്തിൽ കേരളം എങ്ങനെ പ്രതികരിക്കുമെന്നതിന് ഇത് പ്രധാന പാഠങ്ങൾ നൽകുന്നു. 2004 സുനാമിയിൽ നിന്നുള്ള പ്രധാന വഴികളിലൊന്ന് നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പ്രാധാന്യമായിരുന്നു. ആ ദുരന്തത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ദുർബലമായ പ്രദേശങ്ങളിലേക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ITEWC ഉൾപ്പെടെയുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ ഇന്ത്യ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സുനാമി ഉണ്ടായാൽ ഈ സംവിധാനങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകാൻ കഴിയുമെങ്കിലും 50 മീറ്റർ ഉയരമുള്ള തിരമാലയുടെ വേഗതയും വ്യാപ്തിയും ഇപ്പോഴും ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തും. പ്രത്യേകിച്ച് തീരദേശ ജനസംഖ്യയ്ക്ക് കൃത്യമായ സമയത്ത് ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിൽ ദുരന്ത നിവാരണത്തിലുള്ള തയ്യാറെടുപ്പിന്റെ ആവശ്യകതയാണ് മറ്റൊരു പാഠം. ദുരന്ത പ്രതികരണ ശേഷി മെച്ചപ്പെടുത്തുന്നതിനായി കേരളം സമീപ വർഷങ്ങളിൽ മുന്നേറിയെങ്കിലും ജനസാന്ദ്രതയും തീരദേശ വിഭവങ്ങളെ ആശ്രയിക്കുന്നതും കാരണം സംസ്ഥാനം ദുർബലമായി തുടരുന്നു. സുനാമിയുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതു അവബോധ പ്രചാരണങ്ങൾ, അടിയന്തര പ്രതികരണ പരിശീലനം എന്നിവയിൽ കൂടുതൽ നിക്ഷേപം അനിവാര്യമാണ്. ഈ അളവിലുള്ള സുനാമി കേരളത്തെ ബാധിക്കുക മാത്രമല്ല, ഇന്ത്യയിലും വിശാലമായ ദക്ഷിണേഷ്യൻ മേഖലയിലും തരംഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കേരളം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. വ്യാപാരം, കൃഷി, വ്യവസായം എന്നിവയുടെ തകർച്ച ദേശീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൂടാതെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കുടിയൊഴിപ്പിക്കൽ ഒരു അഭയാർത്ഥി പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. അതിജീവിച്ചവരുടെ വരവ് ഉൾക്കൊള്ളാൻ അയൽ സംസ്ഥാനങ്ങൾ പാടുപെടും. ആഗോളതലത്തിൽ കേരളത്തിലെ തുറമുഖങ്ങളുടെയും വ്യവസായങ്ങളുടെയും നാശം അന്താരാഷ്ട്ര വ്യാപാര പാതകളെ, പ്രത്യേകിച്ച് അറബിക്കടലിലൂടെ കടന്നു പോകുന്നവയെ തടസ്സപ്പെടുത്തും. ഇന്ത്യയുമായുള്ള വ്യാപാരത്തെ, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക ആഘാതം അനുഭവപ്പെടും. അറബിക്കടലിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തെ ബാധിക്കുന്ന 50 മീറ്റർ ഉയരമുള്ള സുനാമി ഈ മേഖലയ്ക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അഭൂതപൂർവമായ ദുരന്തമായിരിക്കും. ആയിരക്കണക്കിന് മരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ വ്യാപകമായ നാശവും മൂലം മനുഷ്യജീവിതത്തിലും സ്വത്തിലും പെട്ടെന്നുള്ള സ്വാധീനം വളരെ വലുതായിരിക്കും. കൃഷി, ആവാസ വ്യവസ്ഥ, ജലവിതരണം എന്നിവയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങളോടെ പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ ഗുരുതരമായിരിക്കും. സാമ്പത്തിക തകർച്ച, വിനോദസഞ്ചാരം, കൃഷി, വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വ്യവസായങ്ങളെ തകർക്കും. അതേസമയം പൊതുജനാരോഗ്യ സംവിധാനത്തെ പ്രതിസന്ധിയുടെ തോത് ബാധിക്കും. അത്തരമൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ കേരള സർക്കാർ ദേശീയ, അന്തർദേശീയ ഏജൻസികളുമായി ചേർന്ന് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ആരംഭിക്കേണ്ടതുണ്ട്. തുടർന്ന് വർഷങ്ങളുടെ പുനർനിർമ്മാണവും വീണ്ടെടുക്കലും ആവശ്യമാണ്. നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കും ദുരന്ത നിവാരണ തയ്യാറെടുപ്പുകൾക്കും ചില നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാൻ കഴിയുമെങ്കിലും 50 മീറ്റർ ഉയരമുള്ള സുനാമിയുടെ വ്യാപ്തി ഏറ്റവും നന്നായി തയ്യാറാക്കിയ പ്രദേശത്തിന് പോലും വലിയ വെല്ലുവിളി ഉയർത്തും. ആത്യന്തികമായി അത്തരമൊരു സംഭവത്തെ അതിജീവിക്കാനും അതിൽ നിന്ന് കരകയറാനുമുള്ള തയ്യാറെടുപ്പ്, പ്രതിരോധം, അന്താരാഷ്ട്ര സഹകരണം എന്നിവയുടെ സംയോജനത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം നടത്തുക, പൊതുജന അവബോധം മെച്ചപ്പെടുത്തുക, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ ഭാവിയിലെ സുനാമികളുടെ ഭീഷണിയെ നേരിടാൻ കേരളത്തിന് കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിൽ നിർണായകമാകും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.